അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പാലിയേറ്റീവ് പരിചരണ ബോധവൽക്കരണ ക്യാമ്പും ശില്പശാലയും സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവര് ചെയ്തു കൊടുക്കേണ്ടി വരും, അല്ലേ? ശരിയല്ലേ? മറ്റുള്ളവര് ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിന് നിലവിലുണ്ട്. അതെന്താ പറയുക? പാലിയേറ്റീവ് കെയർ. ഇവിടെ ഒരു വണ്ടിയില് ഡോക്ടറും നഴ്സുമാരും ആശമാരും കൂടി അത്തരം വീടുകളിൽ പോകും. പക്ഷെ മാസത്തിൽ ഒരു വട്ടേ ആ അത്തരം വീടുകളിൽ നമ്മുടെ സംവിധാനം എത്തുള്ളൂ. മാസത്തിൽ ഒരു വട്ടേ ഈ സംവിധാനം എത്തുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ദിവസം അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? നമ്മുടെ 4 വീടപ്പുറമുള്ള ഒരു കിടപ്പ് രോഗിയുണ്ട് എങ്കിൽ അവിടെ ആര് സഹായിക്കും? എപ്പോഴും ആശമാരോടി എത്തുമോ? ചിലപ്പോ സാധിക്കില്ല, അല്ലേ? കാശുള്ള ഒരു ഹോം നേഴ്സിനെയൊക്കെ വയ്ക്കും. കുറെ പൈസയുള്ള ആളുകൾ ചിലപ്പോ ഹോം നേഴ്സിനെയൊക്കെ വയ്ക്കും. പക്ഷേ അങ്ങനെ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്കൊരു സഹായം, ഒരു കൈ സഹായം, ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാൻ ഒരാള്, അങ്ങനെയുള്ള സന്നദ്ധ സേവകരെ സൃഷ്ടിക്കാനാണ് ഈ ക്ലാസ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ചടങ്ങുകൾക്ക് അധ്യക്ഷനായി. നമുക്കറിയാം, പാലിയേറ്റീവ് പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മറ്റ് ഗ്രാമപഞ്ചായത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് ഒരു സാന്ത്വനം കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ച പദ്ധതി ഇന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മരുന്നിനും മന്ത്രത്തിനും അസുഖങ്ങൾ ഭേദമാക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പാട്ടും ഡാൻസും കഥപറയിലും അതേപോലെ തന്നെ തൊണ്ടലും അതേപോലെ തന്നെ സ്പർശനങ്ങളും കൊണ്ടൊക്കെ അസുഖം ഭേദമാക്കാവുന്ന രീതിയിലേക്ക് ആധുനിക കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പാലിയേറ്റീവ് പേഷ്യൻസും അവരുടെ വീട്ടുകാരെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു, ആരോഗ്യ പ്രവർത്തകരെ കാണുന്നു. അവരുടെ മനസ്സിന് കുളിർമ ഉണ്ടാക്കാൻ കുഞ്ഞു മനസ്സുകളെ കാണുവാനും കുഞ്ഞു കുട്ടികളെ കാണുവാനും അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള കലാപരമായിട്ടുള്ള വാസനകൾ അവരുടെ മുമ്പിൽ സൃഷ്ടിച്ചുകൊണ്ട് അവർക്കൊരു സന്തോഷം പകരുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനം. പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ അനൂപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ആര്യ വിജയകുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പാലിയേറ്റീവ് രംഗത്തെ ആയുർവേദ സാന്നിധ്യമായ സ്നേഹധാര പദ്ധതിയെക്കുറിച്ച് ഡോക്ടർ ഫാത്തിമ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, വാർഡ് മെമ്പർമാരായ KA പ്രദീപ്, രമണി നന്ദകുമാർ, വൃന്ദ ദിനേശ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ സുനന്ദ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ സ്മിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, LHI സീനിയർ മിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാലിയേറ്റീവ് പരിചരണം പ്രമേയമായിട്ടുള്ള ക്വിസ് മത്സരവും പാലിയേറ്റീവ് ടീം അവതരിപ്പിച്ച സ്കിറ്റും ശ്രദ്ധേയമായി. കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, പാലിയേറ്റീവ് നഴ്സുമാർ, ആശാ പ്രവർത്തകർ, ആയുർവേദ ഹോമിയോ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി.